ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ. അങ്ങനെ എൻഗേജ്മെൻറ്റ് പരിപാടികളൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇന്ന് എൻഗേജ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ജസ്റ്റ് ഒരു പെണ്ണ് കാണൽ എന്നുള്ള രീതിക്കായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർ വന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് ഗിഫ്റ്റ് ഹാമ്പേഴ്സും അവർക്കുള്ള കുറച്ച് നെക്ലേസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ഇതെന്തായാലും ഓപ്പൺ ചെയ്യുമ്പം എന്തായാലും ഒരു വീഡിയോ എടുക്കണം എന്നുള്ളത് ഞാൻ അപ്പോഴേ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരൊക്കെ വന്നു. ഏകദേശം ഒരു ഉച്ച സമയമായിട്ടുണ്ട് അവർ വന്നപ്പം വീട്ടിലോട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അവർ കുറേ സംസാരിച്ചു. നമ്മൾ കുറേ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ, കുറച്ച് ഫാമിലീസും കുറച്ച് നെയ്ബേഴ്സും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ അവരൊക്കെ വന്ന് പോയതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പേഴ്സൊക്കെ ഓപ്പൺ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ താത്ത ഇതൊക്കെ ഓപ്പൺ ചെയ്യുമായിരുന്നു കേട്ടോ. ഇതിൽ ഫസ്റ്റത്തെ ഒരു ഹാമ്പർ തുറന്ന് നോക്കിയപ്പോൾ അതിലൊരു ചുരിദാർ മെറ്റീരിയലും പിന്നെ അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ടുള്ള ഈ ഒരു ചുരിദാറായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇതൊരു ഷറാറയാണ്. പിന്നെ അതിൻ്റെ കൈ വെക്കണം, കൈ വെച്ചിട്ടില്ല കേട്ടോ. അതിനുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു അതിലുണ്ടായ 2 ഡ്രസ്സുകൾ. രണ്ടും നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഒരു ഫങ്ഷൻ ആ ഒരു പരിപാടിക്കൊക്കെ ഇടുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയായിട്ടുണ്ടാവും. അങ്ങനത്തെ 2 ഡ്രസ്സാണ് ഈ ഫസ്റ്റത്തെ ഹാമ്പറിൽ വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു ഡയമണ്ടിൻ്റെ നെക്ലേസും അതേപോലെ ഒരു ഡയമണ്ടിൻ്റെ വളയും പിന്നെ അതിലൊരു ഇയറിങ്സും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു സെറ്റാണ്. ഞാൻ അതിൻ്റെ ഫോട്ടോ ഞാൻ എൻ്റെ തംബ്നെയിലോ എവിടെയെങ്കിലും ഞാൻ കൊടുക്കുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തന്നെ അത് എവിടെയെങ്കിലും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മളത് പെട്ടെന്ന് തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിട്ടോ. കാരണം എല്ലാത്തിൻ്റെ ഇടയിൽ നിന്നിട്ട് മിസ്സായി പോകണ്ടെന്ന് കരുതിയിട്ട് അത് എടുത്തു വെച്ചിട്ടുണ്ടായി. പിന്നെ ഈ ഒരു ഹാമ്പറിൽ വന്നിട്ട് ഒരു പെർഫ്യൂമും അതേപോലെ ഒരു വാച്ചും ആയിരുന്നു കേട്ടോ. വാച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ പെർഫ്യൂം നമ്മൾ പൊളിച്ച് നോക്കിയിട്ടൊന്നുമില്ല, കാരണം അത് പൊളിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാവർക്കും അറിയാം പെർഫ്യൂമാണ് എന്നുള്ളത്, എല്ലാവർക്കും അറിയാം. അങ്ങനെ അത് നമ്മളൊരു സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഖുർആൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഹാമ്പറിൽ ഖുർആനായിരുന്നു. പിന്നെ ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഭയങ്കര ക്ലാസി ആയിട്ടുള്ള ഈ ഒരു ബാഗ്. ഈ ബാഗ് കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ബാഗായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ബാഗ്. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡിൻ്റെ ബാഗാണ്. അതിൻ്റെ ബ്രാൻഡ് നെയിം ഞാൻ മറന്നുപോയി. എന്തായാലും അടിപൊളി ബാഗായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായി. പിന്നെ അതിന് മറ്റേ കൈയും വരുന്നുണ്ട്. നമുക്ക് വലുതാക്കാം ചെറുതാക്കണേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെയുള്ള ഒരു ഹാമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നു കേട്ടോ. ഇതിലെ സാരിയും അതേപോലെ തന്നെ ചപ്പലും ഇരുന്നുണ്ടായിരുന്നത്. സാരി നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മാറ്റി വെക്കുന്നത് ആ വള ഉണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞില്ലേ വള ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ബോക്സാണ് അവർ മാറ്റി വെക്കുന്നുണ്ടായത്. പിന്നെ ഇതിൽ സാരിയും ചപ്പലും ആയിരുന്നു. ആദ്യം എല്ലാവരും വിചാരിച്ചത് നമ്മൾ അതായത് ഇങ്ങനെ സാരിയാണെന്ന് വിചാരിച്ചപ്പോൾ ചിലപ്പോൾ ആമാക്കുള്ളതായിരിക്കും. പക്ഷേ താത്താക്കുള്ള സാരിയും ചപ്പലൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനിയിപ്പം മറ്റേ ചുരിദാറാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു ലാവൻഡർ കളർ ആ ഒരു കളറിലായിരുന്നു ചുരിദാർ. പിന്നെ ഇവരെ ഈ ഒരു ഹാമ്പറിൻ്റെ പാക്കേജിങ് ഒക്കെ ഭയങ്കര എന്താ പറയുക സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. ഫുള്ള് വുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതേപോലെ ഈ ഒരു ലാവൻഡർ പ്ലസ് ആ ഒരു കളറിലൊക്കെയാണ് ഇവർ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സംഭവം നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു ഹാമ്പർ പൊളിക്കാൻ കുറച്ചൊന്ന് ഇടങ്ങാറായിട്ടുണ്ടായി. കുറേ അങ്ങനെ പൊതിഞ്ഞ് വെച്ചത് കൊണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് അതിലുണ്ടായിരുന്ന സാരി. പിന്നെ ഒരു ചപ്പലുണ്ടായിരുന്നു. എനിക്ക് ഈ വീഡിയോ ഭയങ്കര ക്ലാരിറ്റിയിലൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്താ വെച്ചാൽ ഫുള്ള് ആ റൂമിൻ്റെ ഉള്ളിൽ ഫുൾ ആൾക്കാരായിരുന്നു, തലങ്ങും വിലങ്ങും. ഞാൻ എഴുന്നേറ്റ് നിന്നിട്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ. പിന്നെ താത്താൻ്റെ കാര്യം പറയുകയാണെങ്കിൽ താത്ത ഇങ്ങനെ അധികം ഹെവി ആയിട്ടുള്ള ചപ്പലും കാര്യങ്ങളൊന്നും യൂസ് ആക്കുന്ന ആളല്ല. ഭയങ്കര സിമ്പിളായിട്ട് ഡ്രസ്സൊക്കെ ചെയ്യുന്ന ആളാണ് കേട്ടോ. പിന്നെ സാരി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടായിരിക്കണം സാരി അതിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നത്തെ ഹാമ്പർ എന്ന് പറയാനാണെങ്കിൽ ഖുർആനായിരുന്നു. പിന്നെ ഒരു ഹാമ്പർ സ്വീറ്റ്സ് ആയിരുന്നു കേട്ടോ. അതായത് ലഡു, പിന്നെ ജിലേബീൻ്റെ ആ ഒരു കുഞ്ഞി സാധനമല്ലേ, എന്താ ജാഗരി എന്തോ സംഭവമല്ലേ, ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പിയായി. പിന്നെ എല്ലാവരും ഓരോ തലക്കുന്നും വിലകുന്നൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ നമുക്ക് കാണാനും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും വീഡിയോ എടുക്കുന്നുണ്ട്. അതാണ് ഈ എന്താ പറയുക. പിന്നെ ലൈറ്റിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു ഈവനിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ റൂമിൻ്റെ ഉള്ളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വലിയ ക്ലാരിറ്റിയിലോ ഭയങ്കര വൃത്തിക്കോ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും എനിക്ക് കിട്ടിയതുപോലെ ഞാൻ അങ്ങ് എടുത്തു. അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് കേട്ടോ സ്വീറ്റ്സിലുണ്ടായിരുന്നത്. ജിലേബി, ലഡു, പിന്നെ പേട, മൈസൂർ പാക്ക്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,